ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും അതുപോലെ തന്നെ പഴവും വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2-3 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. അപ്പോൾ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. പറ്റുവാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കും നല്ലപോലെ കുതിർന്ന് കിട്ടും. അതിനുശേഷം നമ്മളിത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് തിക്കായിട്ട് ഉണ്ടാവുക, പക്ഷെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഴമാണ്, ചെറുപഴമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റോബസ്റ്റ പഴമാണെങ്കിൽ റോബസ്റ്റ പഴം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു പഴം മതി. നമ്മൾ 1/2 കപ്പ് റവക്ക് ഒരു പഴം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കരുത്, അല്ലാണ്ട് തന്നെ അടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളിതേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ റവയൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല, ഇങ്ങനെ തന്നെ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് നല്ല വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ചേർത്ത് കൊടുക്കുക. ഞാൻ ഒത്തിരി മധുരം ചേർത്തിട്ടില്ല. പഴത്തിൻ്റെ ഒരു മധുരം എന്തായാലും ഉണ്ടാവും. പിന്നെ നമ്മളിത് മിക്സിയിൽ അരക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പം ചേർക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒന്ന് എന്താ പറയുക, പഞ്ചസാര അലിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിത് നെയ്യപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം, എന്നാലേ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡും ഏകദേശം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ ഇതിൽ അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ല, എന്നാലും നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴം ചേർത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതെടുത്ത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ അടുത്തതും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്തത് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്, എന്നാലേ ഇത് നന്നായിട്ട് ബോൾസ് മാതിരി വരുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. വൈകുന്നേരം ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഇങ്ങനെ ബോൾസ് മാതിരി ഉണ്ടാവുക, പക്ഷെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. റവയാണെന്ന് വെച്ചാൽ ഒരുപാട് ക്രിസ്പി ആയിട്ടൊന്നുമല്ല, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. ഉള്ളിലൊക്കെ ഇങ്ങനെ പഞ്ഞി മാതിരി ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ ആരൊക്കെ വന്നിട്ടുണ്ടാവും ഉള്ളിൽ. കറക്റ്റായിട്ട് വെന്തുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ആരൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.